ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പാറയും മെത്രാന്മാരും നേർക്കുനേർ. കോടതിയെ മൂലക്കാട്ട് സസ്പെൻഡ് ചെയ്തു. നടപടിക്രമം പാലിച്ചില്ലെന്നും റോമായിലെ പരമോന്നത കോടതിയെ സമീപിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പാമ്പാറയുടെ പ്രതിഷേധം. ഉടനെ സസ്പെൻഷൻ പിൻവലിച്ച് മൂലക്കാട്ട്. ഇന്നലത്തെ കോലാഹലങ്ങളെ ഏതാണ്ട് ഇങ്ങനെ ചുരുക്കി പറയാം. മൂലക്കാട്ട് പിതാവ് പാമ്പാറയ അച്ഛന്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇനി ചോദ്യം, വത്തിക്കാൻ ഇടപെടുമോ? കോടതിയെ പിരിച്ചുവിടാൻ മൂലക്കാട്ടിന് അധികാരമുണ്ടോ? പാമ്പും കീരിയും തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ പോരാട്ടം പോലെയായിരുന്നു ഇന്നലെ തോന്നിച്ചത്. പാമ്പ് കീരിയെ വിഴുങ്ങാമെന്ന മട്ടിൽ വന്നു. കീരി പാമ്പിനെ വിഴുങ്ങി. അനീതിയും നീതിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അസത്യവും സത്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അസത്യത്തിന്റെ ആളുകളെ വലിച്ചിറക്കി പടിയിറക്കി വിട്ടു നീതിയുടെ വക്താവായി പാമ്പാറയച്ചൻ. കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. വാസ്തവത്തിൽ ഇത് 9-ാം തീയതി നടന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്നലെ 12-ാം തീയതി നടന്നത്. 9-ാം തീയതി ഈ മാസം ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഉണ്ടായ സംഗതി ഞാൻ പറയാം. മൂലക്കാട്ട് പിതാവ് കോട്ടയം രൂപതയുടെ മെത്രാപ്പോലീത്ത പാമ്പാറയച്ചന് ഇങ്ങനൊരു കത്ത് കൊടുത്തു. നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിന്റെയും മറ്റ് കീഴ്ക്കോടതികളെയും മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ ചട്ടങ്ങൾ അനുബന്ധം പ്രത്യേക നിയമം പേജ് 55 കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള വിഷയത്തില് താങ്കൾക്ക് എഴുതുന്നു. അങ്ങ് അധ്യക്ഷനായിരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിനെക്കുറിച്ചുള്ള ഒരു ഔപചാരിക പരാതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പ്ലാനിൽ നിന്ന് എനിക്ക് ലഭിച്ചു. പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചപ്പോൾ ആരോപണങ്ങൾ ആദ്യ നോട്ടത്തിൽ ശരിയാണെന്ന് കണ്ടെത്തി. നീതി നിർവഹണ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കുന്നതിനും നീതിയുടെ ശരിയായ നിർവഹണം ഉറപ്പാക്കുന്നതിനും സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ മുകളിൽ സൂചിപ്പിച്ച ഉത്തരവുകളിൽ പരിഗണിക്കപ്പെട്ട കേസുകളിലെ എല്ലാ തുടർ നടപടികളും ഉടനടി നിർത്തിവെക്കാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു. പരാതിയുടെ പരിശോധന പൂർത്തിയാക്കി എന്റെ റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായ മേജർ ആർച്ച് ബിഷപ്പിന് സമർപ്പിക്കുന്നത് വരെ ഈ സസ്പെൻഷൻ പ്രാബല്യത്തിൽ തുടരും. ഇതാണ് മൂലക്കാട്ട് പിതാവ് ഓഗസ്റ്റ് മാസം 9-ാം തീയതി പാമ്പാറയച്ചന്റെ സ്പെഷ്യൽ ട്രിബ്യൂണലിന് കൊടുത്തത്. അതായത് നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ ഒരു സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിബ്യൂണൽ ഉണ്ട് സീറോ മലബാർ സഭയ്ക്ക്. അതേക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം മറ്റൊരു വീഡിയോയിൽ. അതിന്റെ ജനറൽ മോഡറേറ്ററാണ് മൂലക്കാട്ട് പിതാവ്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിന്റെയും മറ്റ് കീഴ്ക്കോടതികളുടെയും മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ആ കോടതിക്കുണ്ട്. അതോടെ എഴുതിയിട്ടുണ്ട് താനും. അതിന്റെ വെളിച്ചത്തിലാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലില് ജഡ്ജിയായ പാമ്പാറയച്ചന് മൂലക്കാട്ട് പിതാവ് കത്ത് കൊടുത്തിരിക്കുന്നത്. കത്തെന്താണ്? പാമ്പ്ലാനി പിതാവിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. പരാതി എന്താണെന്ന് നമുക്ക് പാമ്പാറച്ചന്റെ മറുപടിയിലാണ് മനസ്സിലാകുക. അതായത് പാമ്പ്ലാനി പിതാവിനെ കാര്യങ്ങളൊന്നും വേണ്ടത്ര ധരിപ്പിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചില്ല എന്നൊരു പരാതിയാണ്. അതായത് ഈ ഇടക്കാല ഉത്തരവുകൾ പാമ്പ്ലാനി പിതാവിനെ സ്പെഷ്യൽ കോടതി അറിയിച്ചില്ല എന്നൊരു പരാതിയാണ് പാമ്പ്ലാനി പിതാവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ സസ്പെൻഡ് ചെയ്യുക എന്ന നടപടിയിലേക്കാണ് ഈ നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ ഈ മൂലക്കാട്ട് പിതാവ് ചെയ്തത്. അന്നേ ദിവസം തന്നെ ഈ 9-ാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞ് പാമ്പാറയച്ചൻ മൂലക്കാട്ട് പിതാവിന് കൊടുത്ത മറുപടി, ആ മറുപടി വളരെ രസകരമാണ്. നമുക്ക് ഇതെല്ലാം ഇപ്പം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ അപ്പൊ അതിന്റെ വളരെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം സമയമൊക്കെ, അതായത് ഈ മൂലക്കാട്ട് പിതാവ് അദ്ദേഹത്തിന് കൊടുത്ത സമയം 1:45 വാട്സപ്പ് കോള്, ഒരു 3:30 ആയപ്പോഴേക്കും ഇങ്ങനെ നടപടികൾ വന്നു. 1:30-ക്കോ 1:45 മറ്റോ നടപടിക്രമം ആരംഭിച്ച് 3:30 ആയപ്പോഴേക്കും സസ്പെൻഷൻ ഓർഡർ വന്നു. അപ്പോൾ അതിന് ഒരു റിമോൺസ്ട്രാസിയോ എന്ന് പറയുന്ന സംഗതി, പ്രതിഷേധക്കുറിപ്പ്, എതിർപ്പ്, അത് അറിയിച്ചുകൊണ്ട് പാമ്പാറയച്ചൻ മൂലക്കാട്ടിന് എഴുതി. സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ജഡ്ജി എന്ന നിലയിൽ CCEO പൌരസ്ത്യ കാനൻ നിയമം
99(1) പ്രകാരം ഈ എതിർപ്പിന്റെ ഹർജി ഇതിനാൽ നൽകുന്നു, പ്രതിഷേധ ഹർജി ഇതിനാൽ നൽകുന്നു. ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിക്കാൻ അഭിമന്യ മൂലക്കാട്ട് പിതാവിനോട് അപേക്ഷിക്കുന്നു. എന്റെ എതിർപ്പിനുള്ള കാരണങ്ങൾ ഇവയാണ്. ഈ എതിർപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ പൗരസ്ത്യ കാനൻ നിയമം 1000-1001 പ്രകാരം കത്തോലിക്ക സഭയുടെ സുപ്രീം ട്രിബ്യൂണലായ പരമോന്നത കോടതിയായ സിഞ്ഞത്തുറ അപ്പസ്തോലിക്കയെ ഞാൻ സമീപിക്കും. അത് ഹൈറാർക്കിക്കലായിട്ട് അങ്ങനെയാണ്. കീഴ്ക്കോടതികൾ പോയി പരമോന്നത കോടതിയിൽ പോവുക. അപ്പൊ എന്റെ എതിർപ്പിനുള്ള കാരണങ്ങൾ ഇതാണ്. ഈ എതിർപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ, എന്റെ പ്രതിഷേധം സ്വീകരിച്ചില്ലെങ്കിൽ, പാമ്പാർശം പറയാണ് മൂലക്കാട്ട് പിതാവിനോട്, 1000-1001 പ്രകാരം പൗരസ്ത്യ കാനൻ നിയമം 1000-1001 പ്രകാരം പരമോന്നത കോടതിയായ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ റോമായിലെ അപ്പസ്തോല സിഞ്ഞത്തൂറയെ ഞാൻ സമീപിക്കും. അതിനാൽ ഗൗരവപൂർവ്വം എന്റെ പ്രതിഷേധം അറിയിക്കുന്നു. എന്താണ് പ്രതിഷേധത്തിലെ ഒന്നാമത്തെ കാര്യം? ഏതൊരു വ്യക്തിക്കും എന്നതുപോലെ, ഭൗതിക വ്യക്തിക്ക് എന്നതുപോലെ ഏതൊരു നിയമവ്യക്തിക്കും, ഇല്ലേ, നിയമവ്യക്തി എന്ന് പറഞ്ഞാൽ കോടതി, നിയമവ്യക്തിക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം പ്രയോഗിക്കണമെങ്കിൽ ഈ നിയമവ്യക്തിയായ സ്പെഷ്യൽ ട്രിബ്യൂണലിനെതിരെയുള്ള പരാതികൾ, ആരോപണങ്ങൾ, തെളിവുകൾ ഈ ട്രിബ്യൂണലിനെ അറിയിക്കണമായിരുന്നു. ഞങ്ങൾക്കെതിരെയുള്ള പരാതി എന്തെന്നറിയാതെ ഞങ്ങൾക്ക് എങ്ങനെ സ്വയം പ്രതിരോധിക്കാൻ പറ്റും? അതിനുള്ള വകുപ്പാണ് CCO 999. അതായത് ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കണമെങ്കിൽ ആദ്യം അയാളെ കേൾക്കണം. പ്രതിക്കാണെങ്കിലും വക്കീലിനെ വയ്ക്കാനും അയാളുടെ ന്യായം പറയാനും അവകാശമില്ലേ? ഇവിടെ കോടതിയാണ്. ആ കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പോ, ആ കോടതിക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പോ ആ കോടതി അറിയിക്കണം കോടതിക്കെതിരെയുള്ള പരാതി, അതിനുള്ള തെളിവുകൾ. മാർ ജോസഫ് പാമ്പ്ലാനിന്റെ പരാതിയുടെ കോപ്പി ഇതുവരെയും ഈ ട്രിബ്യൂണൽ നൽകിയിട്ടില്ല. ആരോപണങ്ങളുടെ തെളിവുകളെയോ സംക്ഷിപ്ത രൂപം പോലും നിങ്ങൾ നൽകിയിട്ടില്ല. ഈ ട്രിബ്യൂണലിനെ കേൾക്കാതെ ഇതിന്റെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്യുന്നത് ഈ ട്രിബ്യൂണലിന്റെ പ്രവർത്തനത്തിന് അനാവശ്യ കാലതാമസത്തിന് ഇടയാകും. ഈ ട്രിബ്യൂണലാകട്ടെ അതിന്റെ അന്തിമവിധി പ്രസ്താവിക്കാനുള്ള ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് ഞങ്ങൾക്കെതിരെ പരാതി ഞങ്ങളോട് പറയാതെ, ഞങ്ങളെ കേൾക്കാതെ ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇട്ടത് ശരിയായിട്ടില്ല. ഇതുവരെയും പാമ്പ്ലാനി പിതാവ് കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ കോപ്പി കാണാനും പരാതി കേൾക്കാനും വായിക്കാനും അത് സത്യമാണോ അല്ലയോ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണ്ടേ? അതിനുമുമ്പ് ഞങ്ങളെങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണോ? ഇതാണ് പാമ്പാർച്ച മൂലക്കാട്ടിനോട് ചോദിച്ചത്. മൂലക്കാട്ട് പിതാവേ, അങ്ങയുടെ കത്തിൽ ഈ സസ്പെൻഷൻ ഏത് കാനൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു സസ്പെൻഷൻ കൊടുക്കുമ്പോൾ ഏത് നിയമം, ഇത്തരം വകുപ്പ് പ്രകാരം, ഇപ്പൊ നമ്മള് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ അത് IPC പകരം വേറെ എന്തോ ആണ്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഇപ്പൊ പുതിയ പേരുകൾ വന്നിട്ടുണ്ട്. ഏത് കാനൻ നിയമപ്രകാരമാണെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. ഒരു കാനൻ നമ്പറും കൂട്ടി നൽകിയിട്ടില്ല. അതിനാൽ ഈ സസ്പെൻഷന്റെ സ്വഭാവം സംബന്ധിച്ച് ഞങ്ങളെ അജ്ഞതയിലും ഇരുട്ടിലും നിർത്തിയിരിക്കുകയാണ്. ഏത് നിയമം അനുസരിച്ചെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അജ്ഞതയിൽ കോടതിയെ നിർത്താൻ കഴിയില്ല. 3, മാർ ജോസഫ് പാമ്പ്ലാനി ഇങ്ങനെ പരാതിപ്പെട്ടിരുന്നതായിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. എന്താണ്? ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പാമ്പ്ലാനി പിതാവിന്റെ വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം നിയമം അനുശാസിക്കുന്നത് ഇങ്ങനെയാണ്: പാമ്പ്ലാനിയുടെ നിയമപ്രതിനിധിയായ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത് പാമ്പ്ലാനിയെ അറിയിക്കുന്നതിന് തുല്യമാണ്. പാമ്പ്ലാനി ഈ കോടതിയെ കാര്യങ്ങൾ അറിയിച്ചത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ്. ഈ കോടതി പാമ്പ്ലാനി അറിയിക്കുന്നതും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനെ ഈ കോടതി അറിയിച്ചിരുന്നു. കൃത്യം രേഖാമൂലം കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് അന്നേ ദിവസം തന്നെ പ്രിസൈഡിംഗ് ജഡ്ജിയായ ഞാൻ, പാമ്പാറയച്ചൻ, നേരിട്ട് മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്തിരുന്നു, റാഫേൽ തട്ടിൽ പിതാവിന്. രൂപത ബിഷപ്പിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രോട്ടോസ് എഞ്ചലിസിനും അറിയിച്ചതായി കണക്കാക്കപ്പെടുന്നു നിയമത്തില്. മെത്രാനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടോസ് എഞ്ചലിസിനെ, വികാരി ജനറലിനെ അറിയിക്കേണ്ട കാര്യമില്ല. മെത്രാനെ അറിയിച്ചാൽ പ്രോട്ടോസ് എഞ്ചലിസിനും അറിയിച്ചതുപോലെയാണ്. മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചാൽ അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പോലത്തെയും അറിയിച്ചതുപോലെയാണ്. മാത്രമല്ല, പാമ്പ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോസ് എഞ്ചലിസ് ആണ്. ശരിയായ അധികാരി മേജർ ആർച്ച് ബിഷപ്പാണ്. മേജർ ആർച്ച് ബിഷപ്പിനെ കാര്യം അറിയിച്ചപ്പോൾ പ്രോട്ടോസ് എഞ്ചലിസായ പാമ്പ്ലാനിയെയും അറിയിച്ചതിന് തുല്യമാണ്. മാത്രമല്ല, നിയമപരമായി തന്നെ അറിയിച്ചില്ലെന്ന പാമ്പ്ലാന്റെ വാദം നിലനിൽക്കില്ല എന്നതിന് ഈ 2 കാരണങ്ങള്. മാത്രമല്ല, പാമ്പ്ലാനി അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ കടമയായിരുന്നു.
അദ്ദേഹം വീഴ്ച വരുത്തിയെങ്കിൽ അദ്ദേഹത്തിനാണ് നിങ്ങൾ നടപടിയെടുക്കേണ്ടത്. മാത്രമല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു രേഖയെ സംബന്ധിച്ച് പാമ്പ്ലാനി പിതാവിനെ അറിയിക്കേണ്ടത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിന്റെ കടമയായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ട്രിബ്യൂണലിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. പാമ്പ്ലാനി ഈ കോടതിയെ സമീപിച്ചത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് ഈ കോടതി പാമ്പ്ലാനി പിതാവിനെ അറിയിച്ചത്. പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് കാര്യങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. തീർന്നില്ല, ജഡ്ജി തന്നെ നേരിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിൽ പോയി മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് വിധി പകർപ്പ് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രോട്ടോസെഞ്ചുലസ് ആയ വികാരി മെത്രാപ്പൊലീത്തയെ അറിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയല്ലേ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ കടമയല്ലേ? അത് ഈ കോടതിയാണോ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വന്ന വഴിയിലൂടെയാണ് കോടതി അങ്ങോട്ടും പോയിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പ്ലാനി പിതാവിന്റെ പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, അടിത്തറയുമില്ല. ഇവിടെ ഞാൻ അതിനകത്ത് പറയാത്തൊരു കാര്യം പറയാണ്. അതായത് മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്തു, പിന്നെ അദ്ദേഹത്തിന്റെ പ്രോട്ടോസെഞ്ചുലസിനും കൊടുക്കണം. ആനയെ പേടിച്ചാൽ മാത്രം പോരാ, ആനപ്പിണ്ടത്തും പേടിക്കണമെന്നൊരു അവസ്ഥ എന്ന് പറയും പണ്ടത്തെ ആളുകൾ. ആനയെ പേടിക്കണം, ആനപ്പിണ്ടത്തെ പേടിക്കണം. പക്ഷെ ഇവിടെ സീറോ മലബാർ സഭയിലെ പ്രശ്നം ആനയേക്കാൾ വലുതാണ് ആനപ്പിണ്ടം. ആനയേക്കാൾ വലുതാണ് ആനപ്പിണ്ടം. ഇതാണ് ഈ സീറോ മലബാർ സഭയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു തരം മന്ദബുദ്ധിയായിട്ട് പോയിരിക്കുകയാണ്. ഈ ആനയേക്കാൾ വലിയ പിണ്ടം ഇട്ടിരിക്കുകയാണ് മെത്രാൻ സിനഡ് കഴിഞ്ഞ സിനഡില്. അപ്പൊ അത് അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. പോട്ടെ, നാലാമത്തെ കാര്യം ഈ പാമ്പാറച്ചൻ മൂലക്കാട്ടിന് കൊടുത്ത മറുപടിയാണ്. വളരെ ഗൗരവമായ ഒരു സംഗതിയാണ്. ഫാദർ വർഗീസ് മണവാളനെതിരെ കേസ് നടത്തുന്നതിനിടയിൽ കുറ്റാരോപിതൻ കുമ്പസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലായിരുന്നിട്ടും കുമ്പസാരം കേട്ടതായി ഈ കോടതിക്ക് അറിവ് ലഭിച്ചു, തെളിവ് ലഭിച്ചു. പൗരത്വ കാനൻ നിയമം 1968, പൗരത്വ കാനൻ നിയമം 722 ഇവയൊക്കെ പ്രകാരം കൂതാശ പരികരണം ചെയ്യാനുള്ള ഫാക്കൽറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മണവാളിന്റെ ഫാക്കൽറ്റി 2024 ഡിസംബർ 21 ഔദ്യോഗികമായി ഒരു ഡിക്കർ വഴി റദ്ദാക്കപ്പെട്ടതാണ്. വിശ്വാസത്തിന്റെ കാര്യാലയം അനുസരിച്ച് കുമ്പസാരം കേൾക്കാൻ വിലക്കുള്ള ആൾ കുമ്പസാരം കേൾക്കുന്നത് കത്തോലിക്ക സഭയിൽ വളരെ വളരെ ഗൗരവമേറിയ പാപമാണ്. വിശ്വാസത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. അത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയവുമാണ്. മറ്റൊരു കോൺഗ്രിഗേഷനും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത്രയും ഗൗരവമായ കുറ്റകൃത്യമാണ്. ഇത് മണവാളൻ ചെയ്തിരിക്കുന്നു. ഇക്കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരിയെയും 2 ഇടക്കാല ഉത്തരവുകളുടെ അറിയിച്ചിട്ടുള്ളതുമാണ്. ഇത് റോമായിലെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തെ അറിയിക്കാൻ അവർക്കും കടമയുണ്ട്. അവരറിയിച്ചില്ലെങ്കിൽ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ കടമയുണ്ട്. ഈ മണവാളനെ സംരക്ഷിക്കുന്നത്, അതായത് കൂതാശകൾ പരികർമ്മം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്ത മണവാളൻ കൂതാശകൾ പരികർമ്മം ചെയ്തു, കല്യാണം ആശീർവദിച്ചു, കുമ്പസാരം കേട്ടു, കുർബാന ചൊല്ലി. ഇതിനൊന്നും അദ്ദേഹത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല. 2024 ഡിസംബർ 21 മുതൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് സഭയാണ് കർത്താവ് ഏൽപ്പിച്ചാണ്. ആ താക്കോൽ വെച്ചിട്ട് തുറക്കും അടയ്ക്കും ചെയ്യാം. ചിലരുടെ കാര്യത്തിൽ അടയ്ക്കും, ഫാക്കൽറ്റി അടയ്ക്കും. മണവാളിന്റെ കാര്യത്തിൽ അടച്ചിരുന്നു. അതുപോലെ കൂതാശ വിലക്കുള്ള അച്ഛന്മാരുടെ കാര്യത്തിൽ അത് അടച്ചിരുന്നു. അവർക്ക് ഫാക്കൽറ്റി ഇല്ല, ഇപ്പോഴും ഇല്ല. എന്നിട്ട് അവർക്കെല്ലാം പ്രൊമോഷൻ കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, സംരക്ഷിക്കുക. അത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും കൂടി ചെയ്യുക. ഇത് വിശ്വാസ തിരസംഘം തന്നെ അറിയിക്കേണ്ടതും ഇവര് തന്നെ നടപടിയെടുക്കേണ്ടതാണ്. നടപടിയെടുക്കേണ്ടവർ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുക. അതിനാൽ പരമോന്നത കോടതി അറിയിക്കേണ്ടത് ഈ കോടതിയുടെ ചുമതലയാണ്. നിങ്ങൾ അറിയിക്കുന്നില്ലല്ലോ, ഈ കോടതിയുടെ ചുമതലയാണ്. അതുകൊണ്ട് മൂലക്കാട്ട് പിതാവേ, മണവാളിനെതിരെയുള്ള ഈ കുറ്റകൃത്യം റോമായിൽ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കേണ്ട കടമയിൽ നിന്നും ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. റോമായിൽ വിശ്വാസ തിരുസംഘത്തെ ഈ മണവാളം ചെയ്തതും അതുപോലെ കൂതാശ വിലക്കുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ കോടതിക്ക് കടമയുണ്ട്. ആ കടമയിൽ നിന്നും ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. 5, നീതി നിർവഹണത്തിന്റെ ജനറൽ മോഡറേറ്റർ ഒരു സഭയുടെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക എന്നത് വളരെ ഗൗരവമേറിയ സംഗതിയാണ്. അങ്ങ് ജനറൽ മോഡറേറ്റർ ആണല്ലോ, നീതി നിർവഹണത്തിന്റെ ജനറൽ മോഡറേറ്റർ. അങ്ങനെയുള്ള അങ്ങ് സഭ തന്നെ നിയമിച്ച ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഗൗരവമേറിയ ഒരു കാര്യമാണ്. ട്രിബ്യൂണലിന്റെ ജഡ്ജിയെ കേൾക്കാതെയും പരാതികളെയും തെളിവുകളെയും രേഖകൾ കാണിക്കാതെയും അങ്ങ് സസ്പെൻഡ് ചെയ്തത് നീതി സംരക്ഷിക്കാനാണെന്ന് കരുതാൻ പറ്റുമോ? അങ്ങ് പറഞ്ഞല്ലോ നീതി സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ കരുതാൻ പറ്റുമോ? നീതി നിർവഹണം അനന്തമായി നീണ്ടുപോകുന്നത് നീതി നിഷേധിക്കാൻ തുല്യമാകും. ഈ നീതി നിർവഹണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമാണ് മൂലക്കാട്ട് പിതാവിന്റെ ഈ ഓർഡർ കൊണ്ട് കാര്യമുണ്ടാകുള്ളൂ. അതിനാൽ ഈ കോടതിക്ക് വേണ്ടി ഞാൻ അങ്ങയോട്
അനിശ്ചിത കാലത്തേക്കുള്ള സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഞാൻ റോമായില് പരമോന്നത കോടതിയെ സമീപിക്കും. മൂലക്കാട്ട് മുട്ടുമടക്കി. അദ്ദേഹം ഇന്നലെ 12-ാം തീയതി പാമ്പാറയച്ചന് ഒരു കത്തെഴുതി. പാമ്പാറയച്ച 9/8/2025 അങ്ങയുടെ കത്തുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ പിൻവലിക്കൽ ആവശ്യത്തെക്കുറിച്ച് ഞാൻ താഴെ പറഞ്ഞ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. 1. ഞാൻ ട്രിബ്യൂണലിനെ മൊത്തമായി സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമാണ് ഞാനൊരു നിർദ്ദേശം നൽകിയത്. മറ്റെല്ലാ കാര്യങ്ങളുമായി ട്രിബ്യൂണലിന് മുന്നോട്ട് പോകാം. കണ്ടോ പാമ്പാറയച്ച, ഞാൻ ട്രിബ്യൂണലിനെ മൊത്തമായി സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമാണ് ഞാനൊരു നിർദ്ദേശം നൽകിയത്. മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് ട്രിബ്യൂണലിന് മുന്നോട്ട് പോകാം. ഇനി ഈ നിർദ്ദേശം തന്നെ ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള നിയമപ്രക്രിയ അവസാനിപ്പിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ രേഖകളെല്ലാം പരിശോധിക്കും. നിങ്ങളെ കോടതിയിലെ എല്ലാ അംഗങ്ങളും നേരിട്ട് കാണും. അങ്ങയുടെ വിശദീകരണം കേൾക്കാനും അവസരമുണ്ടാകും. ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടേയില്ല. മൂലക്കാട്ട് മലക്കം മറിഞ്ഞു. ഇല്ലെങ്കിൽ മൂലക്കാട്ടും പെടും. തട്ടിലിനെയും പാമ്പ്ലാനിയെയും അനധികൃതമായി സംരക്ഷിച്ച് മൂലക്കാട്ടും പെടും. വടിയിൽ പാമ്പ് പോലെയാണ് മൂലക്കാട്ട് പാമ്പാറുടെ വടിയിൽ ചുറ്റിങ്ങനെ പോകുന്നത്. കപ്പിത്താന്മാരെ തന്നെ കപ്പൽ മുക്കുന്ന ഒരു അവസ്ഥയിലാണ് സീറോ മലബാർ സഭ. കപ്പിത്താന്മാര് തന്നെ കപ്പൽ മുക്കുകയാണ്. ആ കപ്പലിന്റെ അമരത്ത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുണ്ട്. ഉറങ്ങായിരുന്നു. പക്ഷേ ഈ കൊടുങ്കാറ്റ് കണ്ടപ്പോൾ നട്ടലുള്ള പാമ്പാരത്തിന്റെ രൂപത്തില് ഇന്ന് കർത്താവ് കളത്തിലിറങ്ങി. അതാ നമ്മൾ കണ്ടത്. സസ്പെൻഷൻ പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടു. ഞാൻ കേൾക്കും, ഞാൻ ഭരിക്കും. ഞാൻ പ്രഥമ ദൃഷ്ടിയ ഇതുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാനൊന്നും നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. കേസുമായി മുന്നോട്ട് പോയിക്കോളൂ. നാറി 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 നിൽക്കാണ് സീറോ മലബാർ സഭ. ഇനി നാറാനില്ല. ഇതൊക്കെ മനുഷ്യരെ കാണുന്നുണ്ട് എന്ന വിചാരം പോലും ഈ മെത്രാന്മാർക്കില്ല. സാമാന്യ ബോധമുള്ള മനുഷ്യര് അല്ലെ, അത്ര സാധാരണക്കാരുടെ സാമാന്യ ബോധം പോലും ഇവർക്കില്ലാതായി പോയി. എന്താ കാര്യം? തിന്മ ചെയ്ത് തിന്മയേത് നന്മയേതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അവരെ ദൈവം പാപത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചെറിയ ജാഗരണവും ചെറിയ ഉപവാസം പ്രാർത്ഥനയൊന്നും പോരാ നമ്മുടെ ഈ മെത്രാന്മാരുടെ പിശാചബാധ ഒഴിയാൻ. നമുക്ക് ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം കർത്താവിന്റെ അടുത്ത്. ഇന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പാമ്പാറയച്ചന്റെ രൂപത്തില് ഈ മെത്രാന്മാരുടെ അനീതിയെ പിടിച്ചു കെട്ടാനായിട്ട് ഒരാള് ഉദയം ചെയ്തു. കർത്താവ് എഴുന്നേറ്റ് കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചതുപോലെ ഈ കപ്പൽ മുക്കാൻ കർത്താവ് സമ്മതിക്കാത്ത തരത്തിൽ കർത്താവ് എഴുന്നേറ്റ് പാമ്പാറയച്ചനെ ശക്തിപ്പെടുത്തി. ദാനിയേൽ പ്രവാചകനൊക്കെ ശക്തിപ്പെടുത്തിയതുപോലെ അതിന് കർത്താവിക്ക് നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പാറയച്ചന്റെ സഭാകോടതിയെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂലക്കാട്ട് പിതാവ് ഈ കോടതി സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പാമ്പാറ പിതാവ് പ്രതിഷേധം അറിയിച്ചപ്പോൾ സസ്പെൻഷൻ ഒന്നും ഇല്ല, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂലക്കാട്ട് പിതാവ് തലകുത്തി മറിഞ്ഞു, അല്ലെ, മലക്കം മറിഞ്ഞു. അപ്പൊ ഈ മൂലക്കാട്ട് പിതാവിന് ഈ കോടതി സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ? അദ്ദേഹത്തിന്റെ കൽപ്പനയൊന്നുമല്ല, ഒരു നിർദ്ദേശമാണത്. ആ നിർദ്ദേശത്തെക്കുറിച്ച് നിയമവൃത്തങ്ങൾ പറഞ്ഞ ഒരു സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. പ്രോട്ടോകോൾ നമ്പർ 1/2025, റവറന്റ് ഡോക്ടർ ജെയിംസ് പാമ്പാറ, പ്രിസൈഡിംഗ് ജഡ്ജി, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ട പ്രത്യേക ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് ആ അഡ്രസ്സിലാണ് മൂലക്കാട്ട് പിതാവ് ഒരു കൽപ്പന കൊടുത്തത്. ആ കൽപ്പന ഇങ്ങനെയാണ്. ആ കൽപ്പന വായിച്ചിട്ട് അതിനധികം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അധികാരമുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ വക്കീലന്മാരുടെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. പ്രിയ റവറന്റ് ഫാദർ ജെയിംസ് പാമ്പാറ, നീതിന്യായ ഭരണത്തിന്റെ ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണലിന്റെയും മറ്റ് കീഴ്ക്കോടതികളുടെ മേൽ ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ നിലവിലുള്ള വിഷയത്തിൽ താങ്കൾക്ക് എഴുതുന്നു. എനിക്ക് ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതിന് കോട്ട് ചെയ്തിരിക്കുന്നത് സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ ചട്ടങ്ങൾ അനുബന്ധം പ്രത്യേക നിയമം പേജ് 85.
അങ്ങ് അധ്യക്ഷനായിരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിനെക്കുറിച്ചുള്ള ഒരു ഔപചാരിക പരാതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പ്ളാനിൽ നിന്ന് എനിക്ക് ലഭിച്ചു. പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചപ്പോൾ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കണ്ടെത്തി. നീതി നിർവഹണ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കുന്നതിനും നീതിയുടെ ശരിയായ നിർവഹണം ഉറപ്പാക്കുന്നതിനും സ്പെഷ്യൽ ട്രിബ്യൂണലുടെ മുകളിൽ സൂചിപ്പിച്ച ഉത്തരവുകളിൽ പരിഗണിക്കപ്പെട്ട കേസുകളിലെ എല്ലാ തുടർ നടപടികളും ഉടനടി നിർത്തിവെക്കാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു. പരാതിയുടെ പരിശോധന പൂർത്തിയാക്കി എന്റെ റിപ്പോർട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായ മേജർ ആർച്ച് ബിഷപ്പ് സമർപ്പിക്കുന്നത് വരെ ഈ സസ്പെൻഷൻ പ്രാബല്യത്തിൽ വരും. ആർച്ച് ബിഷപ്പ് മൂലക്കാട്ട് 9 ആഗസ്റ്റ് 2025. ഇതേക്കുറിച്ച് നിയമവൃത്തം പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 1. കൽപ്പന പുറപ്പെടുവിച്ച അധികാര കേന്ദ്രത്തിന്റെ യോഗ്യതയും വിജിലൻസ് മേൽനോട്ടത്തിന്റെ സ്വഭാവവും. ഇതാണ് വക്കീലുമാർ നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്. ഈ കൽപ്പന പുറപ്പെടുവിച്ച അധികാര കേന്ദ്രത്തിന്റെ യോഗ്യത ഏതൊരു ഭരണപരമായ നടപടിയുടെയും സാധുത പ്രാഥമികമായി അത് പുറപ്പെടുവിക്കുന്ന അധികാര കേന്ദ്രത്തിന്റെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അധികാരമില്ലാത്ത ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ കാര്യം നടക്കില്ലല്ലോ. ഈ സസ്പെൻഷൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർ ആണ്. ഈ നടപടി അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണോ എന്ന് നിർണ്ണയിക്കുന്നതിന് ഈ പദവിയുടെ അധികാരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ജനറൽ മോഡറേറ്റർ എന്ന പദവി, ഈ ജനറൽ മോഡറേറ്റർ ആണല്ലോ മൂലക്കട്ടുപിതാവ്. നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർ എന്ന പദവി സഭയുടെ സാർവത്രിക നിയമത്തിൽ പറയുന്ന ഒന്നല്ല. കാരണം ഇത് പൗരത്വ സഭകളുടെ കാനൻ നിയമ സംഹിതയിലില്ല. മറിച്ച് ഇത് സീറോ മലബാർ സഭയുടെ തനത് നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു പദവിയാണ്. സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ഭരണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ അധികാരമുള്ള ഒരു സ്വയംഅധികാര സഭയാണ്. അപ്പൊ അത് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ സ്ഥാപിക്കാം. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം നീതി നിർവഹണത്തിനുള്ള ജനറൽ മോഡറേറ്റർ എന്ന പദവി മെത്രാന്മാരുടെ സിനഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരമോന്നത കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോഡറേറ്റർ അധികാരം സീറോ മലബാർ സഭയുടെ തനത് നിയമസംഹിതയിലെ പരമോന്നത കോടതിയുടെ നിയമാവലി അനുബന്ധത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് കൽപ്പനയിൽ പറയുന്നുണ്ട്. 85 എന്ന് പറഞ്ഞല്ലോ. ഇത് വ്യക്തമാക്കുന്നത് മോഡറേറ്റർ അധികാരം പൗരസ്ത്യ കാനൂൻ നിയമത്തിൽ അന്തർലീനമായ ഒരു സാർവത്രിക അധികാരമല്ല, മറിച്ച് സീറോ മലബാർ സഭയുടെ തനത് നിയമം വഴി ഏൽപ്പിച്ചു കൊടുത്തതും നിർവചിക്കപ്പെട്ടതുമാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ പരിധിയാണ് ഈ പറയുന്നത്. 2. എന്തിനാണ് ഈ പദവി? മേൽനോട്ടം, വിജിലൻസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അധികാരം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിന്റെയും മറ്റ് കീഴ്ക്കോടതികളെയും മേലുള്ള മേൽനോട്ടത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് താൻ ചെയ്യുന്നതെന്ന് ഈ കൽപ്പനയിൽ മൂലക്കാട്ട് പിതാവ് പറയുന്നു. ഇവിടെ വിജിലൻസിയ എന്ന കാനൂനിക ആശയം വളരെ നിർണായകമാണ്. സഭയുടെ നിയമ പാരമ്പര്യത്തിൽ മേൽനോട്ടം, വിജിലൻസ് എന്നത് നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും ജാഗ്രത പുലർത്താനുള്ള അധികാരമാണ്. കീഴ്ഘടകങ്ങൾ, അതായത് കോടതികൾ ശരിയായ രീതിയിലും നിയമമനുസരിച്ചും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ സാധാരണയായി രേഖകൾ പരിശോധിക്കാനും റിപ്പോർട്ടുകൾ സ്വീകരിക്കാനും നിയമലംഘനങ്ങൾ തിരുത്തലിനായി യോഗ്യതയുള്ള അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അധികാരമാണ് ഇതിനുള്ളത്. എങ്കിലും വിജിലൻസിന്റെ ഭരണാധികാരത്തിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു സ്ഥാപനത്തിന്റെ നിയമപരമായ നിലയെയോ പ്രവർത്തനത്തെയോ നേരിട്ട് മാറ്റം വരുത്തുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള നിർവഹണത്തിൽ നിന്ന് വേർതിരിച്ച് കാണണം. അതായത് വിജിലൻസിന്റെ ഭരണാധികാരം അത് മറ്റൊരു നിയമം ഇല്ലേ, വിജിലൻസ് കോടതി പോലെയാണിത്. അതിന് മറ്റൊരു കോടതിയുടെ നിയമപരമായ അസ്തിത്വം, പ്രവർത്തനം, അതിന് നേരിട്ട് മാറ്റം വരുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള നിർവഹണ അധികാരം ഇതൊന്നുമില്ല. ഒരു കോടതി സസ്പെൻഡ് ചെയ്യുന്നത് കേവലം ഒരു മേൽനോട്ട നടപടിയല്ല, മറിച്ച് ഗുരുതരമായ ഒരു നിർവഹണ അധികാര പ്രവൃത്തിയാണ്. ഇത് നീതിന്യായ അധികാരം പ്രയോഗിക്കുന്നത് തടയുന്ന ഒരു നേരിട്ടുള്ള ഇടപെടലാണ്. ഒരു കോടതി സ്ഥാപിക്കൽ അധികാരവും തന്മൂലം അതിനെ സസ്പെൻഡ് ചെയ്യാനോ ഇല്ലാതാക്കാനുള്ള അധികാരവും സാധാരണയായി അത് സ്ഥാപിച്ച അധികാര കേന്ദ്രത്തിനാണ്, അല്ലാതെ വിജിലൻസ് കോടതിക്കല്ല. 2024 ഡിസംബർ 18 കൽപ്പന പ്രകാരം പ്രത്യേക കോടതി രൂപീകരിച്ച മേജർ ആർച്ച് ബിഷപ്പ്, മെത്രാന്മാരുടെ സിനഡ് അല്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനം അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മോഡറേറ്ററുടെ കൽപ്പന
പ്രത്യേക കോടതി പ്രയോഗിച്ചുകൊണ്ടിരുന്ന നീതിന്യായ അധികാരത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു നിർവഹണ അധികാര പ്രവൃത്തിയായി കാണപ്പെടുന്നു. അത് മോഡറേറ്റർ തനിക്ക് നൽകിയിട്ടുള്ള അധികാര പരിധിക്ക് പുറത്ത് പ്രവർത്തിച്ചോ എന്ന ഗുരുതരമായ ചോദ്യം ഉയർത്തുന്നു. ഈ പാമ്പളാനി പിതാവിനെതിരെയും ഇതേ പ്രശ്നം സംഭവിച്ചിരുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, അതായത് ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് അഭിനയിച്ച് പ്രയോഗിച്ചു. അതേ പ്രശ്നം മൂലക്കാട്ട് പിതാവിനെതിരെയും വരികയാണ്. അൾട്രാ വയേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുക. സഭയിലെ നീതി നിർവഹണത്തിലുള്ള പരമമായ മേൽനോട്ടം അപ്പസ്തോലിക് സിഞ്ഞത്തൂർ എന്ന പരമോന്നത കോടതിയിൽ നിക്ഷിപ്തമാണ്. അത് സഭയിൽ നീതി ശരിയായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. അത് പൗരസ്ത്യ കാനൻ നിയമം 1062 പറയുന്നത് അതാണ്. സീറോ മലബാർ സഭയുടെ തനത് നിയമത്തിന് മേൽനോട്ടത്തിനായി ഉദ്യോഗങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമെങ്കിലും സാർവത്രിക നിയമം സ്ഥാപിച്ച നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമായ അധികാരങ്ങൾ നൽകാൻ കഴിയില്ല. നീതിന്യായ നിർവഹണ അധികാരങ്ങൾക്കിടയിലുള്ള വേർതിരിവും സ്വാതന്ത്ര്യവും ഈ ഘടന ആവശ്യപ്പെടുന്നു. അതായത് പരമോന്നത ജാഗ്രത സഭയിൽ നീതി ശരിയായി നിർവഹിക്കപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് അപ്പസ്തോലിക് സിഞ്ഞത്തൂറയാണ്. ആ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയ്ക്ക് അധികാരങ്ങൾ കവർച്ച ചെയ്യുന്ന തരത്തില് പൗരസ്ത്യ കാനൻ നിയമത്തിലെ നിയമങ്ങൾ കവർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ സീറോ മലബാർ സഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാൽ ഈ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ അധികാരം എന്ന് പറയുന്നത് മേൽനോട്ടമാണ്. അത് മറ്റൊരു കോടതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല എന്നാണ് വക്കീലന്മാർ പറയണേ. ജനറൽ മോഡറേറ്ററുടെ നടപടി കാനൂൻ നിയമത്തിൽ ഒരു നിർണായക സംഘർഷം വ്യക്തമാക്കുന്നു. ഭരണപരമായ ഒരു അധികാരി നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത. അതായത് നീതിന്യായ വ്യവസ്ഥ ഒന്ന്, ഭരണപരമായ അധികാരം ഒന്ന്. ഭരണപരമായ ഒരു അധികാരി നീതിന്യായ വ്യവസ്ഥയിലേക്ക് കടന്നു കയറുക, അതിന്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുക, നീതി ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ സഭാഭരണത്തിന്റെ നിർവഹണ വിഭാഗത്തിന് നിയമാനുസൃതമായി പങ്കുണ്ടെങ്കിലും ഈ മേൽനോട്ട അധികാരം കക്ഷികളിൽ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ നടപടിയിൽ ഇടപെടാനോ നിയന്ത്രിക്കാനോ നിർത്താലാക്കാനോ ഉള്ള ഉപാധിയായി മാറുന്നത് അപകടമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതി മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പനയാൽ സ്ഥാപിതമായതും അദ്ദേഹത്തിന് ലഭിച്ച നീതിന്യായ അധികാരം വിനിയോഗിക്കുന്നതുമാകുന്നു. നീതിന്യായ അധികാരത്തിന് സാധ്യത നിലനിൽക്കുന്നത് നിർവഹണ ഭരണാധികാരിൽ നിന്നുള്ള അനാവശ്യ സ്വാധീനങ്ങളിൽ നിന്നുള്ള അതിന്റെ സ്വാതന്ത്ര്യത്തിലാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുക. എന്നാൽ ഈ സസ്പെൻഷൻ കൽപ്പന മേജർ ആർച്ച് ബിഷപ്പ് വികാരിയ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നീതിന്യായ നടപടിയെ പെട്ടെന്ന് നിർത്തിവെക്കുന്ന നിർവഹണ നടപടിയായി പോയി. അദ്ദേഹത്തിന്റെ നടപടികളാണ് ഈ കോടതി പരോക്ഷമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ നടപടി മേൽനോട്ടം വാക്കിന്റെ കാനൂൻ അർത്ഥത്തെ മറികടന്ന് അതിനെ നേരിട്ടുള്ള നിയന്ത്രണമാക്കി മാറ്റി. ഇപ്പൊ മേൽനോട്ടും വിജിലൻസ് ഒന്നുമല്ല, നിയന്ത്രിക്കുകയാണ്. ഈ അധികാരങ്ങളുടെ വേർതിരിവ് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ സഭയിലെ ശരിയായ നീതി നിർവഹണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നു. മൂലക്കാട്ട് പിതാവിനെതിരെയുള്ള ആരോപണങ്ങളുടെ വൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയണേ. ഇനി മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയിലെ ഗുരുതരമായ വസ്തുതാപരമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ച ക്രമക്കേടുകൾ, യോഗ്യതയുടെ അടിസ്ഥാനമായ ചോദ്യത്തിനപ്പുറം ഈ കൽപ്പനയുടെ ഉള്ളടക്കത്തിലും അത് പുറപ്പെടുവിച്ച നടപടിക്രമത്തിലും ഗുരുതരമായ വൈകല്യങ്ങളുണ്ട്. ഈ വൈകല്യങ്ങൾ കൽപ്പനയുടെ നിയമപരമായ ശക്തിയെയും ധാർമ്മിക അധികാരത്തെയും ദുർബലപ്പെടുത്തുന്നു. അത്ര പ്രാധാന്യമുള്ളവയാണ്. ഒന്ന്, പ്രതിരോധിക്കാനുള്ള മൌലിക അവകാശത്തിന്റെ ലംഘനം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയിൽ നിന്നുള്ള ഔദ്യോഗിക പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പനയെന്ന് മൂലക്കാട്ട് പിതാവ് പറയുന്നു. എന്നാൽ സസ്പെൻഷൻ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്, കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേക കോടതി അംഗങ്ങളെ കേൾക്കുകയോ ചോദ്യം ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്തതായി ഒരിടത്തും പറയുന്നില്ല. മാത്രമല്ല, അധ്യക്ഷനായ ജഡ്ജിയുടെ പ്രതിഷേധക്കുറിപ്പിൽ ഈ മാരകമായ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. ഈ ട്രിബ്യൂണലിനെ കേൾക്കാതെ അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്, അഥവാ ഈ പ്രത്യേക ട്രൈബ്യൂണലിനെയും ആരോപണ തെളിവുകളും അറിയിക്കാതെ, ആ പരാതികൾ അർത്ഥമെന്ന് അറിയിക്കാതെ, ഞങ്ങളുടെ അഭിപ്രായം അറിയാതെ, ഞങ്ങളുടെ വിശദീകരണം കേൾക്കാതെ ഇത് പുറപ്പെടുവിച്ചത് എല്ലാ നടപടിക്രമങ്ങളെയും ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ലംഘിക്കുകയാണ്. മറുപക്ഷത്തെയും കേൾക്കണമെന്ന തത്വത്തിന്റെ വ്യക്തവും ഗുരുതരവുമായ ലംഘനമാണിത്. ഇത് സഭാ നിയമത്തിലൊരു നടപടിക്രമം മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള നീതി എന്ന ആശയത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രകൃതി നിയമ തത്വമാണ്. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ അറിയാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള ഓരോ വ്യക്തിയുടെയും കോടതി പോലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ
അവകാശം കാനൂൺ നിയമത്തിൽ തന്നെ ഉറപ്പു നൽകുന്ന വിശ്വാസികളുടെ മൌലിക അവകാശമാണ് പൌരസ്ത്യ കാനൂൺ നിയമം 24(1). ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഏകപക്ഷീയമായ ഭരണപരമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയെ കേൾക്കാൻ അവസരം നൽകണമെന്ന് കാനൂനിക നിയമത്തിനും ഭരണപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും സ്ഥിരമായി ഊന്നി പറയുന്നു. പ്രതിരോധത്തിലുള്ള ഈ മൌലിക അവകാശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു മൂലക്കാട്ട് പിതാവ്. ഭരണപരമായ കൽപ്പനകൾ ഉയർന്ന അധികാരികൾ റദ്ദാക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അത് നടപടിയെ അടിസ്ഥാനപരമായി തന്നെ അനീതിയാക്കി മാറ്റുന്നു. മൂലക്കാട്ട് പിതാവിന്റെ നടപടി അടിസ്ഥാനപരമായി തന്നെ അനീതിയാണ്. രൂപപരമായ വൈകല്യം, അതിന്റെ ഈ കൽപ്പനയുടെ ഫോം കാനോനിക അടിസ്ഥാനം വ്യക്തമാക്കിയിട്ടില്ല. ഈ പാമ്പാറേച്ചന്റെ പ്രതിഷേധ കുറിപ്പില് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിർണായകമായ വൈകല്യം ഈ കൽപ്പനയ്ക്കുണ്ട്, മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയ്ക്ക്. ഈ സസ്പെൻഷൻ, അതായത് കോടതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഏത് കാനൂൺ നിയമപ്രകാരമാണ് ഏർപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഈ സസ്പെൻഡ് സ്വഭാവത്തെക്കുറിച്ച് ഈ ട്രിബ്യൂണല് കോടതി അജ്ഞതയിലാണ്. ഒരു ഭരണപരമായ നടപടി, പ്രത്യേകിച്ച് ഒരു കോടതി സസ്പെൻഡ് ചെയ്യുന്നത് പോലുള്ള ഗൌരവമേറിയ ഒന്ന് രേഖാമൂലം നൽകണം. പൌരസ്ത്യ കാനൂൺ നിയമം 15(11). അതൊരു തീരുമാനമാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ ചുരുക്കമായെങ്കിലും വിശദീകരിക്കണം. പൌരസ്ത്യ കാനൂൺ നിയമം 15(20). നിയമപരമായ ഉറപ്പിന് ഈ ആവശ്യം അത്യന്താപേക്ഷിതമാണ്. ഇത് തങ്ങൾക്കെതിരായ നടപടിയുടെ നിയമപരമായ അടിസ്ഥാനം മനസ്സിലാക്കാനും ശരിയായതും വ്യക്തവുമായ ഒരു പ്രതിരോധം രൂപപ്പെടുത്താനും പരാതിക്കാരനെ അനുവദിക്കുന്നു. ഒരു പ്രത്യേക കാനൂൺ നിയമമോ തനത് നിയമത്തിലെ ചട്ടമോ ഉദ്ധരിക്കാതെ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ മോഡറേറ്ററായ മൂലക്കാട്ടിന് അധികാരമുണ്ടെന്നത് എവിടെ നിന്ന് വ്യക്തമാകും? അധികാരമുണ്ടോ? ഇതിന് വിരുദ്ധമായി എന്തും റദ്ദാക്കിക്കൊണ്ട് എന്ന അവസാന വാചകം താഴ്ന്ന തലത്തിലുള്ള നിയമങ്ങളെയോ ആചാരങ്ങളെയോ അസാധുവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ നിയമപ്രയോഗമാണ്. എന്നിരുന്നാലും ഇത് ഇല്ലാത്ത അധികാരം സൃഷ്ടിക്കാനോ നടപടിയുടെ നിയമപരമായ അടിസ്ഥാനം വ്യക്തമാക്കുന്ന വ്യവസ്ഥയ്ക്ക് പകരമാകാനോ കഴിയുന്ന ഒരു മാന്ത്രിക വാക്യമല്ല. രൂപപരമായ അടിസ്ഥാന വൈകല്യമോ യോഗ്യതയുടെ അഭാവമോ പരിഹരിക്കാൻ ഈ വാചകം കൊണ്ട് കഴിയില്ല. സ്വന്തം അധികാരത്തെ നിയമത്തിലെ ഒരു പ്രത്യേക വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ ഈ കൽപ്പന ഏകപക്ഷീയമായി കാണപ്പെടുകയും കോടതിയുടെ ശരിയായ പ്രതിരോധത്തിനുള്ള അവകാശത്തെ ലംഘിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മൂലക്കാട്ടിന്റെ കൽപ്പന നിലനിൽക്കില്ല. ന്യായവും ഗൌരവമരിതും ആനുപാതികവുമായ കാരണത്തിന്റെ ഭാവം മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയിലെ മറ്റൊരു വൈകല്യമാണ്. പരാതിയിലെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടി അടിസ്ഥാനമുള്ളതായി കാണപ്പെടുന്നു എന്നാണ് മൂലക്കാട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ എന്ന കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടി എന്നാൽ ആദ്യ നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയിൽ, നിയമത്തിൽ പ്രഥമ ദൃഷ്ടിയുള്ള കേസ് എന്നാൽ അർത്ഥം. അതായത് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സംഗതി, അത്രയേ ഉള്ളൂ. ഒരു കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് മാത്രമേ പ്രഥമ ദൃഷ്ടി മനസ്സിലാകുള്ളൂ. ഒരു അന്വേഷണം ആരംഭിക്കുന്നതിനൊരു മാനദണ്ഡമാണ്, അല്ലാതെ ഒരു നിഗമനത്തിലെത്തുന്നതിനോ അനിശ്ചിതകാല സസ്പെൻഷൻ പോലുള്ള ഗൌരവമേറിയ തീരുമാനമെടുക്കുന്നതിനോ കഴിയില്ല. പ്രഥമ ദൃഷ്ടിയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഏകപക്ഷീയമായി പരാതി ഒറ്റനോട്ടത്തിൽ കണ്ട് നിയമാനുസൃതം സ്ഥാപിച്ച ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നത് തിടുക്കത്തിലുള്ളതും മതിയായ നിയമപരമായ അടിത്തറയില്ലാത്തതുമായ ഒരു നടപടിയാണ്. മൂലക്കാട്ട് സമാധാനം പറയേണ്ടി വരും. ഇനി അടുത്തൊരു പ്രശ്നം, അടുത്തൊരു വൈകല്യം, അനിശ്ചിതകാലത്തേക്ക് ഏർപ്പെടുത്തിയ ഈ സസ്പെൻഷൻ എന്ന നടപടി ഈ പറഞ്ഞ പ്രശ്നത്തിന് തികച്ചും ആനുപാതികമല്ലാത്ത ഒന്നാണ്. നീതിയുക്തമായ ഭരണത്തിന്റെ അടിസ്ഥാന ശരിയായ ആനുപാതികത്വം, ശിക്ഷയും കുറ്റകൃത്യം ശിക്ഷയും തമ്മിൽ അനുപാതം വേണം. ഇവിടെ അങ്ങനെ അനുപാതമില്ല. നിയന്ത്രിത നടപടികൾ നിയമാനുസൃതമായ ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായതിലും കൂടുതൽ കഠിനമാകരുതെന്ന് കൽപ്പിക്കുന്നു. ശിക്ഷയും കുറ്റകൃത്യം തമ്മിൽ ഒരു പൊരുത്തം വേണം. നീതിന്യായ പ്രക്രിയയുടെ സമഗ്രത സംരക്ഷിക്കുന്നതാണ് ഈ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മൂലക്കാട്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കാത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അനിശ്ചിതകാല സസ്പെൻഷൻ നീതിയുടെ സമഗ്രത സംരക്ഷിക്കുക ചെയ്യുക. പരാതി കിട്ടിയ പാടെ തന്നെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക. എന്ത് നീതി സംരക്ഷിക്കാനാണ് മൂലക്കാട്ട് പിതാവേത്? അനാവശ്യമായ കാലതാമസവും ഏകപക്ഷീയമായ ഭരണപരമായ ഇടപെടലും മാത്രമാണിത്. അതിലൂടെ നീതിയുടെ സമഗ്രതയെ നശിപ്പിക്കുകയാണ്. നീതിയുടെ സമഗ്രതയെ, സത്യസന്ധതയെ നശിപ്പിക്കുകയാണ് മൂലക്കാട്ട് പിതാവ് ചെയ്തിരിക്കുന്നത്. പാമ്പാരത്തിന്റെ പ്രതിഷേധക്കുറിപ്പ് ശരിയായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ നടപടി നീതി നിഷേധമാണ്.
നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന നിയമതത്വം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പാമ്പാറ പിതാവ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തെങ്കിലും നടപടി ആവശ്യമായിരുന്നെങ്കിൽ തന്നെ ആനുപാതികം ഒരു പ്രതികരണം, ഒരുപക്ഷെ കോടതി അതിന് പ്രവർത്തനം തുടരാൻ അനുവദിച്ചുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിക്കാമായിരുന്നു. അധ്യക്ഷനായ ജഡ്ജിയിൽ നിന്ന് വേണമെങ്കിൽ റിപ്പോർട്ട് ആവശ്യപ്പെടാമായിരുന്നു. പെട്ടെന്നുള്ളതും അനിശ്ചിതമായ അടച്ചുപൂട്ടല്, കോടതിയുടെ അടച്ചുപൂട്ടല് അതിന് തത്തുല്യമായി ഗൌരവമരുതും തെളിയിക്കപ്പെട്ടതുമായ കാരണം ഇല്ലാത്ത ഒരു കടുത്ത നടപടിയാണ്. ഒരു പരാതി വന്നപ്പോഴേക്കും കോടതിയെ സസ്പെൻഡ് ചെയ്യുക, ഇത് എവിടുത്തെ നീതിയാണ്? എന്നിട്ട് പറയാ നീതിയുടെ സമഗ്രത പാലിക്കാൻ വേണ്ടിയാണ്, നീതിയുടെ സത്യസന്ധത പാലിക്കാൻ വേണ്ടിയാന്നുള്ള വലിയ തള്ളല് മൂലക്കാട്ടിന്റെ അയിൽ നിന്ന്. തീർന്നില്ല. കൽപ്പനയുടെ ആന്തരിക യുക്തി തികച്ചും പരസ്പര വിരുദ്ധമാണ്. സഭയിലെ നീതി നിർവഹണത്തിന് അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ് മൂലക്കാട്ട് പിതാവ്. അത് പിൻവലിച്ചു. നീതിന്യായ പ്രക്രിയയുടെ സമഗ്രത, സത്യസന്ധത സംരക്ഷിക്കുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന അവകാശപ്പെടുന്നു. എന്നാൽ അത് ഉപയോഗിക്കുന്ന രീതി തന്നെ അടിസ്ഥാനപരമായി നീതിയുടെ സത്യസന്ധതയില്ലാത്ത ഒരു പ്രക്രിയയാണ്. ഏകപക്ഷീയമായ പരാതിയിൽ നടപടിയെടുക്കുകയും മറുപക്ഷത്തിന് വാദം കേൾക്കാൻ അവസരം നിഷേധിക്കുകയും നിയമപരമായ അധികാരം കോട്ട് ചെയ്യാതിരിക്കുകയും തുച്ഛമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമല്ലാത്ത ഭയങ്കരമായ ശിക്ഷ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നിർവചനപ്രകാരം തന്നെ സത്യസന്ധതയില്ലാത്ത ഒന്നാണ്. അതിനാൽ ഈ കൽപ്പന നിലനിൽക്കുന്നതല്ല. മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന നിലനിൽക്കുന്നതേയല്ല. ഇതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും മൂലക്കാട്ട് പിതാവ് അത് തത്വത്തിൽ പിൻവലിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കുറിപ്പ് മാത്രമല്ല, അപ്പസ്തോലിക് സിഗ്നത്തൂറ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതി സമീപിക്കുമെന്ന് കാനൻ 1000-1001 വെച്ചിട്ട് പാമ്പാറ അച്ഛൻ കോട്ട് ചെയ്തപ്പോ ഈ ഇതങ്ങ് എന്താ പറയാ ഉടഞ്ഞു വീണു. മൂലക്കാട്ട് പിതാവിന്റെ കോടതി മോഡറേറ്ററൊക്കെ ഉടഞ്ഞു വീണു. മെത്രാമാരെ, നിങ്ങൾ എത്ര നാള് ഇതുപോലെ തിന്മയുടെ പേരിൽ ഒറ്റക്കെട്ടായി നിൽക്കും? എറണാകുളത്ത് വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും പറഞ്ഞിരുന്നൊരു വാക്കാണ് ഒറ്റക്കെട്ട്. എന്തിനായിരുന്നത്? കുർബാനയെ അവഹേളിക്കാൻ, കൂദാശകൾ അവഹേളിക്കാൻ അവർ ഒറ്റക്കെട്ടായിരുന്നു. അതായത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായ പാപം ചെയ്യാൻ അവർ ഒറ്റക്കെട്ടായിരുന്നു. ആ ഒറ്റക്കെട്ടിന്റെ അത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോ. എന്തിന്? തിന്മ ചെയ്തവരെയും കുറ്റവാളികളെയും സംരക്ഷിക്കാൻ മെത്രാൻമാർ ഒറ്റക്കെട്ട്. ഈ ഒറ്റക്കെട്ട് ഈ സിനഡിൽ പൊളിഞ്ഞില്ലെങ്കിൽ, ഈ വരുന്ന സിനഡിൽ പൊളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ കാത്തിരുന്ന് കാണും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിനെതിരെ മറ്റൊരു കേസ് കൂടി. വളരെ ആകസ്മികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിനിഞ്ഞാണ് 2 ദിവസം മുമ്പ്, അതായത് 11-ാം തീയതി സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ട്രിബ്യൂണലുണ്ട്. എല്ലാ മെത്രാന്മാരും വലുത് ജഡ്ജിമാരാ. സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. പാമ്പാറ ചെന്നത് സ്പെഷ്യൽ ട്രിബ്യൂണൽ. അത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണൽ. ഈ സീറോ മലബാർ സഭ എന്ന സൂയിയൂരി സഭ അതിന്റെ തനത് നിയമമനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോടതിയാണ് സുപ്പീരിയർ ട്രിബ്യൂണൽ. എല്ലാ മെത്രാന്മാരും അതിൽ അംഗങ്ങളാണ്, ജഡ്ജിമാരാണ്. പക്ഷെ ഏതെങ്കിലും ഒരു മെത്രാനെതിരെയാണ് പരാതി വരുന്നതെങ്കിൽ ആ മെത്രാനെ മാറ്റി നിർത്തിയിട്ട് വേണം മറ്റുള്ള മെത്രാന്മാര് ഈ വിചാരണയും മറ്റ് രേഖകൾ പരിശോധിക്കലൊക്കെ. ഈ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ മോഡറേറ്ററാണ് മൂലക്കാട്ട് പിതാവ്. ആ മൂലക്കാട്ട് പിതാവാണ് പാമ്പാറേച്ചന് സസ്പെൻഷൻ കൊടുത്തു അത് പിൻവലിച്ചത്. ഈ കോടതിയുടെ മുമ്പാകെ ഒരു കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം 2024 ഓഗസ്റ്റില് പാമ്പ്ളാനി പിതാവിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ഒരു കൊല്ലം മുമ്പ്. ആ കേസ് മൂലക്കാട്ട് പിതാവ് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഒരു കൊല്ലം മുമ്പ് കേട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ആ കോടതി കേസ് എടുക്കുന്നില്ലെങ്കിൽ, സുപ്പീരിയർ ട്രിബ്യൂണൽ കേസ് എടുക്കുന്നില്ലെങ്കിൽ പരമോന്നത കോടതിയായ അപ്പസ്തോലിക് സിഗ്നത്തൂറയ്ക്ക് പോകാം. ആ കോടതി പരാതി കൊടുത്ത ആളുകൾ ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാല് റോമായില് അപ്പസ്തോലിക് സിഗ്നത്തൂർ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയെ സമീപിക്കും. അവർക്കാനുള്ള അവകാശം കിട്ടും.
അതുകൂടാതെ മിനിഞ്ഞാന്ന് അത് ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒരു കൊല്ലം പരാതി തന്നു, ഇതുവരെ എടുത്തിട്ടില്ല, ഈ സെന്ററിലും എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മേൽക്കോടതിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തു. അതിന്റെ പിന്നാലെ വേറെ കുറെ പേര് രേഖാമൂലം മറ്റൊരു പെറ്റീഷൻ ഈ സുപ്പീരിയർ ട്രിബ്യൂണലിന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത കേസിന് പുറമെ പാമ്പളാനി പിതാവിനെതിരെ ഈ സുപ്പീരിയർ ട്രിബ്യൂണല്, മൂലക്കാട്ട് പിതാവ് മോഡറേറ്റർ ആയിരിക്കുന്ന ആ സുപ്പീരിയർ ട്രിബ്യൂണലിന് അതിന് ഭരണനിർവഹണമായ കഴിവുകളൊന്നും ഇല്ലെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ഒരു മെത്രാനെതിരെ ആരോപിക്കപ്പെടുന്നതെങ്കിൽ അത് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയെയോ മേജർ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ വിശ്വാസ തിരുസംഘത്തെയൊക്കെ അറിയിക്കാൻ, നടപടികൾ എടുക്കാൻ, ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മേൽനോട്ട ചുമതല മൂലക്കാട്ട് പിതാവിനുണ്ട്. മൂലക്കാട്ട് പിതാവ് ഒരു വർഷമായിട്ട് അതിൽ അടയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കൊല്ലം കൊടുത്ത കേസ് ഇപ്പൊ രണ്ടാമതൊരു കേസ് കൂടി കൊടുത്തിരിക്കുകയാണ് വേറെ ആളുകൾ. ആ കേസ് എന്ന് പറയുന്നത് അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 500 ചില്ലാനും പേജാണ്. 106 പേജാണ് ഈ ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുഴുവൻ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള രേഖകളാണ്. 550 പേജോ മറ്റുണ്ട്. ആ കേസിനകത്ത് അതായത് ഇതുവരെ പാമ്പളാനി പിതാവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ രക്തചുരുക്കമാണ് ഈ കേസ് എന്ന് പറഞ്ഞാല്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നടപടിക്കുണ്ടാകുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം എന്താണ്? നമ്മുടെ മെത്രാന്മാർക്ക് നീതിബോധമില്ല, ന്യായമില്ല, അവർ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തങ്ങളുടെ സഹപ്രവർത്തകൻ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കന്മാരങ്ങനെ ചെയ്യാറുണ്ട്. അതിനേക്കാളും മോശമായിട്ടാണ് ഇപ്പം നമ്മുടെ മെത്രാന്മാർ. എല്ലാവരും ഞാൻ അടച്ച് പറയുന്നില്ല, ചിലരൊക്കെ മാറി നിൽക്കുന്നുണ്ടാവായിരിക്കാം. പക്ഷെ പൊതുവെയുള്ള പ്രതീതി അവരുടെ ഇടയിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരൊറ്റക്കെട്ടായിട്ട് പ്രതിരോധിച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് വല്ല കേസിന്റെ വല്ല ഗുണമുണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നീതിബോധമില്ലാത്ത ജഡ്ജിമാരെ കയ്യിൽ കിട്ടിയാൽ വല്ല കാര്യം ഉണ്ടാകുമോ? ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാനും നീതിന്യായ വ്യവസ്ഥയിൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടാകാനും അങ്ങനെയുള്ള യാതൊരു തത്വദീക്ഷയുമില്ലാത്ത നടപടികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 550 പേജുള്ള ഒരു രേഖ ഒരു മെത്രാനെതിരെയുള്ള കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും റോമയിൽ എത്തുകയും ചെയ്ത് എന്റെ തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ ഇത് ഞാൻ ചരിത്രമായിട്ട് എഴുതി വയ്ക്കും. ഇതുപോലെ ഒരുപാട്, ഞാൻ ചരിത്രകാരനല്ല, പക്ഷെ ചരിത്രകാരന്മാരില്ലേ നിങ്ങളുടെ ഇടയിൽ? നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കില്ലേ? ഇതൊക്കെ രേഖകളല്ലേ? അപ്പൊ എന്തായിരിക്കും ഇവരെക്കുറിച്ച്? ഇവര് മരിച്ചു പോകുന്നു വേണ്ട, കുറച്ച് കഴിയുമ്പോൾ പോലും ഇവരെക്കുറിച്ച് എന്തായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക? ഒരു ഹിറ്റ്ലറിനെ പോലെയോ ഒരു മുസോളിനിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ജോസഫ് കയ്യാഫാസിനെ പോലെയോ പീലാത്തോസിനെ പോലെയോ യൂദാസിനെ പോലെയോ ഇവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. എന്തൊക്കെയാണ് കേസ്? ഞാൻ ജസ്റ്റ് ഒരു രക്തചുരുക്കം പറയാം. ഈ 550 പേജൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരു വീഡിയോയിൽ. ഇതുവരെ പാമ്പളാനി പിതാവ് ചെയ്തിരിക്കുന്നതും കൂട്ടത്തിൽ തട്ടിൽ പിതാവ് ചെയ്തിരിക്കുന്നതുമായ നിയമപരമായ സകലതിനെയും ചോദ്യം ചെയ്യുന്ന ഒരു കേസാണിത്. ഒന്ന്, നിയമപരമായി നിലനിൽക്കാത്ത സമവായം. അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. ആൾക്കാരൊക്കെ പറയുന്നു സമാധാനം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും നിയമപരമായിട്ട് നിലനിൽക്കില്ല. 2, ആഭിചാര കുർബാന അർപ്പിച്ചവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവനിന്ദ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ലിറ്റർജിക്കൽ വേരിയന്റ് ആണ് ഇപ്പോൾ ഒരു തരത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. അത് അപേക്ഷിക്കുകയും തള്ളിക്കളയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ സകല രേഖകളും ഈ കേസിനകത്ത് അനക്സ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. നിയമാനുസൃതമല്ലാത്ത വിളിച്ചു ചേർത്ത വൈദിക യോഗങ്ങൾ, അതിന്റെ സകല ഏതെല്ലാം നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ സകല കാര്യങ്ങളും തെളിവുകൾ സഹിതമാണ് ഈ കേസിന് കൊടുത്തിരിക്കുന്നത്. കൂദാശ വിലക്കുള്ളവര് മണവാളൻ അതുപോലെ മറ്റുള്ളവര് കൂദാശ വിലക്ക് കല്യാണം ആശീർവദിക്കാൻ പറ്റില്ല, കുർബാന ചൊല്ലാൻ പറ്റില്ല, കുമ്പസാരം കേൾക്കാൻ പറ്റില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല പണം കട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊരു കോടതി വിധി വരുന്നു. എന്നിട്ടും അവർക്ക് പ്രൊമോഷനൊക്കെ കൊടുത്ത് ട്രാൻസ്ഫർ കൊടുക്കുന്ന ആരാണ്? മേജർ ആർച്ച് ബിഷപ്പും വികാരിയും. വികാരി ചെയ്യുന്നതിനെല്ലാം ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിന് വരും. കാരണം വികാരിയാണല്ലോ. പിന്നെ മാർപ്പാപ്പ 4 പ്രാവശ്യം ആഹ്വാനം ചെയ്തതാണ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ലംഘിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്കെതിരായ കുറ്റകൃത്യമാണ് അത് ശരിക്കും. അതിന്റെ വിശദാംശങ്ങൾ, പൗരത്വ തിരുസംഘത്തെ തീരുമാനങ്ങളെ പാടെ അവഗണിക്കുന്ന രീതി, പൊന്റിഫിക്കൽ ഡെലഗേറ്റിനെ ആക്രമിക്കുന്നതും അവഗണിക്കുന്നതുമായ രീതി, കാനൂൻ നിയമത്തിന്റെ ഗൌരവപൂർണമായ ലംഘനം, അത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സിവിൽ കോടതിയുടെ ഉത്തരവുകൾ, സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തത്, ഉദയം പേരിലെ ദൈവനിന്ദ, പിന്നെ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചതിന്റെ ആ ചരിത്രം,
വർഗീസ് മണവാളനെ പണം കട്ടെടുക്കുന്നുവെന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ച ആളെ വെള്ളപൂശാനുള്ള ശ്രമം. ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത ഏറ്റവസാനം വരെ, അതായത് കഴിഞ്ഞ ഈ 2 കൊല്ലത്തോളമായി ഇവര് ചെയ്തിരിക്കുന്ന, ഈ മെത്രാന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ അന്യായങ്ങൾക്കും അനീതികൾക്കും എതിരെയുള്ള ഒരു കേസാണിത്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, കൊറോബറേറ്റ് ചെയ്യുന്ന അനക്ഷറുകൾ, അങ്ങനെയാണ് ഈ 550 പേജ്. ഇതിന്റെ ഒരു ഇത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തിലും അതുപോലെ തന്നെ മെത്രാന്മാർക്ക് വേണ്ടി കാര്യാലയത്തിലും ഇത് പ്രിന്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് സമർപ്പിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ PDF കോപ്പി റോമായിൽ എത്തിയിട്ടുണ്ട്. അതൊരു ഔദ്യോഗിക ചാനലിലൂടെ അല്ല, അത് ഔദ്യോഗിക ചാനൽ ഇവിടെ കോടതിയിൽ എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ്. ഈ കോടതി, അതായത് ഇപ്പൊ ഈ മെത്രാൻ സിനഡ് ഇത് പരിഗണിച്ച് ഇതിന് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പരാതിപ്പെട്ടവർക്ക് അപ്പസ്തോലിക് സിഞ്ഞത്തൂറയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം കിട്ടും. ഇപ്പൊ ഈ വരുന്ന സിനഡില് കഴിഞ്ഞ കൊല്ലം കൊടുത്ത പരാതിയും ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പരാതിയും പരിഗണിച്ച് അവർ പരിഗണിക്കുന്നില്ലെങ്കിൽ, ആ പ്രോസസ് ആരംഭിക്കുന്നില്ലെങ്കിൽ, ഈ പരാതി കൊടുത്തവർക്ക് കത്തോലിക്ക സഭയിലെ പരമോന്നത കോടതിയായ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം ലഭിക്കും. അതായത് ഇപ്പം നമ്മൾ കീഴ്ക്കോടതി, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി, അങ്ങനെയുള്ളതിന്റെ നിയമപരമായ ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം, അതനുസരിച്ച് ഇവർക്ക് അധികാരം കിട്ടും. മെത്രാന്മാരെ, നിങ്ങൾ കെണിയിൽ നിന്ന് കെണിയിലേക്കാണ് പോകുന്നത്. കുരുക്ക് മുറുകുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ അജപാലന വ്യഭിചാരം ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ആത്മീയ വ്യഭിചാരം ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും. ഞങ്ങൾ ചിലപ്പോൾ തോറ്റുപോകും. പക്ഷേ നിങ്ങൾ തോൽപ്പിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായെ മാത്രമാണ്. നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ പരാതി കൊടുത്തവരെയോ ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരെയോ ഒന്നുമല്ല, കർത്താവ് ഈശോ മിശിഹായാണ്. കർത്താവ് ഈശോ മിശിഹായെ നിങ്ങൾ തോൽപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തുമാത്രം പാപത്തിനുള്ളിലാണ്, പാപച്ചെളിയിൽ കിടന്ന് ഉരുളുകയാണെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് നല്ലത്. നിങ്ങൾ എതിർക്കുന്നവരാണ് ഇപ്പൊ സ്വർഗത്തിൽ പോകുക. കാരണം അത്രമാത്രം തിന്മയിലാണ് നിങ്ങൾ. തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ. സംരക്ഷിക്കുന്നവരെ കൂട്ടം ചേർന്ന് സംരക്ഷിക്കുകയാണ് നിങ്ങൾ. ഇതൊരു വല്ലാത്ത അനീതിയുടെ, ഒരു വല്ലാത്ത രാവണൻ കോട്ടയിലാണ് നിങ്ങൾ. അനീതിയുടെ, അന്യായത്തിന്റെ, നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തിന്മയുടെ ഒരു രാവണൻ കോട്ടയിൽ ചെന്ന് കിടക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ കർത്താവ് ഈശോ മിശിഹായ്ക്ക് മാത്രമേ കഴിയൂ. ആ കർത്താവിൽ ആശ്രയിച്ച് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്ന്, പാപക്കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.